ഗായ്സ്, ഞങ്ങളിന്ന് പോവാ. എവിടാന്നറിയാവോ? അമ്പലത്തിൽ. കോട്ടപ്പാറ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ആ അമ്പലത്തിൽ പോവാം. രാവിലെ ഞാൻ തിരിയൊക്കെ കത്തിച്ചു. ഞാനും പിള്ളേർ രണ്ടുപേരും എന്തിടാ അച്ചാച്ചിയും ഉണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാം. ഒരു വെൽക്കം പറഞ്ഞു, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിനൊന്നും കൂടെ പറഞ്ഞേക്കാം. ഹലോ ഗായ്സ്, ലവിൻ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ കർക്കിടക മാസം 1-ാം തീയതി രാവിലെ ഞാനും കുഞ്ഞുങ്ങളും അണ്ണനും എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാം. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചല്ല. പക്ഷേ എന്തോ ദൈവം അവിടെ നമ്മൾ ചെല്ലണമെന്ന് നിയോഗം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ അങ്ങനെ ഇറങ്ങി. ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടാണെങ്കിൽ ഇനി പണിക്ക് പോകണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് സീതക്കുഴിയിൽ നിന്ന് സീതത്തോളിലോട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ. വെട്ടോലിപ്പൊടി പോലും ആയിട്ടില്ല. അവിടുത്തെ ഒരു സ്ഥലമാണ്. നല്ല കണ്ടില്ലേ, മൂടൽ മഞ്ഞുകളൊക്കെ ഇങ്ങനെ കയറി മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ. രാവിലെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു കാലാവസ്ഥ. അപ്പം ഇതിൻ്റെ ബാക്കിയായിരിക്കും നമ്മളിപ്പോൾ കോട്ടപ്പാറ ചെല്ലുന്നത്. കോട്ടപ്പാറ പോകുന്ന വഴിയെന്ന് വെച്ചാൽ നമ്മൾ ആങ്ങുവഴി പോകുന്ന ഭാഗത്തൂടെ വേണം പോകാൻ. എനിക്ക് കറക്റ്റ് അങ്ങനെ സ്ഥലം പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇപ്പം ഏകദേശം നല്ല നമ്മൾ ആ കോട്ടപ്പാറയിലോട്ട് അമ്പലത്തിലോട്ട് കയറി പോകുന്നതിൻ്റെ കാണിക്ക വഞ്ചി അവിടെ ഞങ്ങളിപ്പോൾ ആയിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ മൂടൽ മഞ്ഞും കാര്യങ്ങളും ഒക്കെയാണ്. എന്താ പറയുക, ഒരു ഷോർട്ട് കട്ട് അല്ല, മെയിൻ റോഡിൽ നിന്ന് മേപ്പോട്ട് റോഡുണ്ട്. അതുകൊണ്ട് ഈ റോഡിൽ കൂടെ വേണം, ആ കാണിക്ക വഞ്ചിയുടെ സൈഡിൽ കൂടെ വരുന്ന ആ റോഡിൽ കൂടെ വേണം നമുക്ക് കയറിപ്പോകാൻ. ഇതാണ് കോട്ടപ്പാറയുടെ കാണിക്ക വഞ്ചി. അങ്ങനെ കാണിക്ക വഞ്ചിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറിപ്പോൾ കുറച്ച് വളവും തിരിവൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ പടിക്കൽ എത്താറായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പടിക്കൽ എത്താറായെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ നടന്ന് കയറിപ്പോകണം. വണ്ടി ചെല്ലത്തില്ല. വണ്ടി ചെല്ലുന്ന വഴി വേറെയുണ്ട്. പക്ഷേ നമ്മൾ വണ്ടി ചെല്ലാത്ത, അതായത് സ്റ്റെപ്പ് കയറിപ്പോകുന്ന വഴിയാണ് നമ്മൾ ചെല്ലുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും, പിന്നെ വയ്യാത്തൊക്കെ ആൾക്കാരാണ് അല്ലാതെ കയറിപ്പോകുന്നത്. അല്ലാതെ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം എത്താറായി കഴിഞ്ഞു. മഹാദേവൻ്റെ മണ്ണിൽ എത്താറായി. പിന്നെ നടന്ന് കയറി പോകണം. ഭയങ്കര ഉത്സാഹമാണ് എനിക്ക് പോകാൻ. തിരിച്ചു വരുമ്പോൾ കാണുന്നിടത്തില്ല. ഈ കാണുന്നതാണ് സർജ് എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ KCBയിൽ, അതായത് പർവോസിലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന, മൂഴാറിൽ നിന്നും വരുന്ന വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന ഒരു സംവിധാനമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു ടണലും താഴെയുണ്ട്. ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ട് അറിവ് വെച്ചാൽ ഞാനിങ്ങനെ പറയുന്നത്. ഇതാണ് ആ ടണൽ. മേളത്തെ മറ്റേ സർജും ഈ ടണലും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പവർ ഹൗസിലോട്ടുള്ള വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. ചിലപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാർ ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിൽ കാണും. അവരെല്ലാം കൂടെ വന്ന് എന്നെ പൊങ്കാലക്കിടിയെന്ന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയാൻ ഞാൻ ആളല്ല. എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. വലിയതായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല, അല്ലെ പിന്നെ അണ്ണനോട് ചോദിക്കണം. അപ്പം ഇത്രയൊക്കെ എനിക്കറിയത്തുള്ളൂ. തന്നെ ഈ പൈപ്പാണെന്ന് എനിക്കറിയത്തില്ല. പൈപ്പ് ലൈൻ വഴിയാണ് വെള്ളം അങ്ങോട്ട് നമ്മുടെ KCBയിൽ, അതായത് പവർ ഹൗസിലോട്ട് എത്തിക്കുന്നത്. പിന്നെ അതേപ്പറ്റി വലുതായിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളും കൂടെ നടന്ന് കയറിപ്പോയി. ഈ സ്റ്റെപ്പ് അങ്ങ് മണ്ട വരെയും കയറിപ്പോകണം. പണ്ട് ഇങ്ങനത്തെ സ്റ്റെപ്പുകളല്ലായിരുന്നു. ഞാൻ അവിടെ പോകാൻ തുടങ്ങിയ സമയം തൊട്ട് ഈ സ്റ്റെപ്പുകളാണ്. പക്ഷേ എൻ്റെ ഷൈനൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ, അണ്ണൻ ഇവിടെ ജനിച്ച് വളർന്ന 10-15 വയസ്സായി അണ്ണനെ. ഇപ്പം ഇത്രയും പ്രായം വരെ അണ്ണൻ ജനിച്ച് വളർന്ന നാടായതുകൊണ്ട് അണ്ണനറിയാം അവിടെ വരുന്ന ഓരോ മാറ്റങ്ങൾ. അണ്ണൻ്റെ കുഞ്ഞിലെ തൊട്ടെണ്ണം പോകുമ്പോൾ ഇങ്ങനത്തെ വഴികളല്ലായിരുന്നു. ഒരു നടപ്പാത മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആൾക്കാർ ഇതുപോലെ അമ്പലം ഉണ്ടെന്നറിഞ്ഞും അമ്പലത്തിനെക്കുറിച്ച് ആൾക്കാരും അറിഞ്ഞും ഓരോരുത്തർ വന്നും വഴിപാടുകൾ നടത്തിയൊക്കെ ആവാം ഇങ്ങനെ അമ്പലം ഇങ്ങനെ വിപുലീകരിച്ചെടുത്തതും. കഴിഞ്ഞൊരിടവരെ അമ്പലം അധിക നാളായില്ല അമ്പലം ഇങ്ങനെ പുതുക്കി പണിഞ്ഞിട്ട്. കുറച്ച് നാളായിട്ടുള്ള അമ്പലം ഇങ്ങനെ പുതുക്കി പണിഞ്ഞിട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ ചരിത്രം പറഞ്ഞു തരാൻ എനിക്ക് വലിയ അറിവില്ല. കാരണം ഞാനിവിടെ വന്ന് താമസിക്കുന്ന ആളെ എനിക്കങ്ങനെ അറിയത്തില്ല. അതേസമയത്ത് ഞാൻ ജനിച്ച് വളർന്ന നാട് എൻ്റെ മഹാദേവൻ, അതായത് എൻ്റെ ആലുവാങ്കുടി വലിച്ചൻ്റെ മണ്ണിനെക്കുറിച്ച്, ആലുവാങ്കുടി വലിച്ചൻ്റെ കഥകളാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് അറിയാവുന്ന ഇതിനെക്കാട്ടി തത്രപ്പാടില്ലാതെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ജനിച്ച് വളർന്ന നാടായതുകൊണ്ട് ഞാൻ കേട്ട് വളർന്ന കഥകളും ഒക്കെ അങ്ങനത്തേതാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ എനിക്കങ്ങനെ അറ്റം മുറിയൊക്കെ അറിയത്തുള്ളൂ. പിന്നെ പറയാൻ പേടിയാണ്, നമ്മൾ പറയുന്നത് തെറ്റാണോ എന്നുള്ളൊരു. കാരണം നമ്മളെക്കാട്ടി പ്രായമുള്ളവരൊക്കെ ഇവിടെ കാണും. കാരണം എനിക്ക് പറയാൻ പൊതുവെ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇതണ്ടാതെ ആ അമ്പലം താഴെ മേളി വരെ സ്റ്റെപ്പുണ്ട്. പിന്നെ കുറച്ചിടയ്ക്ക് സ്റ്റെപ്പില്ല. അത് പിന്നെ അല്ലാത്ത കല്ലൊക്കെയാണ്.
പിന്നെ ഇതൊരു പാറപ്പുറത്തായി അമ്പലം ഇരിക്കുന്നത്. അത് രാവിലെ കയറിപ്പോകണം, നല്ല ഭംഗിയാണ്. എന്ത് ഭംഗിയാണ് കാണുന്നറിയാം. ഇന്ന് ഞങ്ങൾ കയറിയപ്പോൾ ഒരു ശകലം താമസിച്ച് പോയി, എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറച്ചൊക്കെ കണ്ടു. പിന്നെന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ഉത്സവ സമയത്തൊക്കെ ഇവിടെ നല്ല ഇന്നും തിരക്കുണ്ടായിരുന്നു, തിരക്കില്ല, നല്ല ഉത്സവ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെന്താ പറയുക, അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കുഞ്ഞുങ്ങളുടെ രണ്ടിൻ്റെ പേരിൽ അർച്ചനയും പിന്നെ കുഞ്ഞിൻ്റെ പേരിലൊരു മുറുക്കാനും അങ്ങനെ ഒരു സംഭവം വെച്ചേക്കുന്നത് കണ്ട. മൂടൽമഞ്ഞുകളൊക്കെ ഇറങ്ങി തുടങ്ങി. ഇത്തിരി കൂടെ നേരത്തെ വരുവാണെങ്കിൽ നല്ലൊരു അന്തരീക്ഷം. എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ ആ അന്തരീക്ഷം എന്തെങ്കിലും ഒരു തവണ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കും. ഇത് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് കാണട്ടെ, അല്ലെങ്കിൽ ഒരു തവണ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തി. അമ്പലത്തിലോട്ട് കയറുക. ഇനി അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങളധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. കാരണം എന്താ പറയുക, തൊഴണം എന്നുള്ള ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എങ്ങും കുഴപ്പമില്ല. പക്ഷെ നമുക്കുള്ളിലൊരു പേടിയുള്ളത് കൊണ്ട് നമ്മളങ്ങനെ ആരെയും ഫേസ് കിട്ടത്തക്ക രീതിയിൽ എടുക്കത്തില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെ ഞങ്ങൾ തൊഴാനെ കൊണ്ട് കയറി. താഴെ ഒരു ഊരാളിത്തറയുണ്ട്. ഊരാളിത്തറ എന്ന് പറയുന്നത് അത് പണ്ട് തൊട്ടേ, ഞാൻ പറഞ്ഞല്ലോ ഈ അമ്പലം പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പം ഈ ഇരിക്കുന്ന ആ 3 തറയിലിരിക്കുന്ന വിഗ്രഹങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പിന്നെ ക്രമേണ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നോ എങ്ങനെയോ അറിഞ്ഞ് പിന്നെ അവരത് വിപുലീകരിച്ചെടുത്തതാണ് ഈ അമ്പലം വിപുലീകരിച്ചെടുത്തപ്പോൾ പിന്നെ അതായത് ഭരണകർത്താക്കൾ വന്ന് അമ്പലത്തിന് പുതുക്കി പണിഞ്ഞു, മോഡിഫിക്കേഷനൊക്കെ വരുത്തി. അങ്ങനെ പുതുക്കി പണിഞ്ഞിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഒരു അമ്പലം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതാണ് ഊരാളിത്തറ. ഇവിടുത്തെ ഊരാളി എന്ന് പറയുന്നത് ഷൈനൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ്റെ ഒരു ബന്ധുവാണ്. അവർ തലമുറകളായിട്ട് ഈ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ. അതായത് ഈ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ തലമുറകളായിട്ട് ഇവരുടെ വംശത്തിലുള്ളവർ തന്നെയാണ് ഇവിടുത്തെ ഊരാളികളായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇന്നെന്തോ ഒരു വില്ലെടുക്കുന്ന ഒരു പടയണി ഉണ്ടായിരുന്നു. അപ്പോൾ വില്ലെടുക്കുന്ന സമയമായിരുന്നു. അപ്പം ആ സമയത്താണ് ഞങ്ങൾ കറക്റ്റ് ചെന്നത് കൊണ്ട് ആ അച്ഛനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ പേര് ഞാനൊരു മുറുക്കാൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവരുടേതായിട്ടുള്ള കുറച്ച് പൂജകളുണ്ട്. അതിപ്പോൾ നമുക്ക് പറയാനറിയത്തില്ല, എല്ലാം അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തു. പിന്നെ എന്താ പറയുക, അവിടുന്ന് പ്രസാദം കിട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയത്തില്ലേ, അങ്ങനെ മനസ്സിന് സന്തോഷത്തോടെ പോയി തൊഴുതിറങ്ങി വന്ന ഒരു സമയമായി ഇന്ന്. പിന്നെ സമയമില്ലായ്മ എന്ന് പറയുന്നത് കാരണം ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടാണ് അണ്ണന് പണിക്ക് പോകാൻ. അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങളങ്ങനെ താമസിച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഊരാളിത്തറയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു. അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. നമുക്ക് നമ്മുടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്കത് മാറും. ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് വേണ്ടി പറയുന്ന കേട്ടോ. അതായത് ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം ഞാൻ ഈ പറയുന്നത് കേട്ടേച്ചാൽ മതി. അല്ലാതെ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ നമ്മൾ ഈ പറയുമ്പം അതൊരു പുച്ഛമായിട്ട് തോന്നും. ചിലപ്പോൾ അത് നമ്മളെ കളിയാക്കാനൊരു അവസരമായിട്ട് നമുക്ക് തോന്നും. അങ്ങനല്ല, ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ വിശ്വാസികളാണ്. അന്ധവിശ്വാസികളല്ല, എന്നാൽ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തെ കുറച്ചൊക്കെ എന്നല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് അങ്ങനെ ദൈവം നമ്മളെ തളർത്തിക്കളയും എന്നൊരു ചിന്താഗതി എനിക്കില്ല. എന്തെങ്കിലും ഒരു സമയത്ത് ദൈവം നല്ലൊരു ജീവിതം ഉണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു സന്തോഷത്തോടെ നമുക്കൊരു ജീവിതം ഉണ്ടാകും എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികളാണ് ഞാനും ഷൈനനും ഒക്കെ. അങ്ങനെ തന്നെ ഇതൊക്കെ ഇവിടുത്തെ പൂജാ സാധനങ്ങളും നിലവിളക്ക് ഇതൊക്കെ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു വീഡിയോ എടുക്കാൻ. പിന്നെ അച്ഛനങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് ഇതാ ഞാൻ പറഞ്ഞ വില്ലെടുക്കുന്ന ദിവസം ഇന്ന് പടയണി ഏതാണ്ടുണ്ട്. അപ്പം അച്ഛനിന്ന് വെല്ലെടുക്കുന്ന ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ മുറുക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടിയും വെല്ലെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ കൂടുതലും അതായത് നമ്മൾ പറയത്തില്ല കോട്ടപ്പാറ മഹാദേവൻ, അപ്പൂപ്പന്മാരും അങ്ങനെയൊക്കെയാണ് പറയുന്നത്, മൂപ്പന്മാരും അങ്ങനെയൊക്കെ കുറേ ദൈവങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞു. ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇന്ന് ഈ എത്ര നാളും പോയതിൽ ഏറ്റവും കൂടുതൽ സമയം
ചിലവഴിച്ച് ഈ ഊരാളിത്തറയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ഈ പ്രാവശ്യവും പിന്നെ ഇതിന് മുന്നത്തെ പ്രാവശ്യം ഞങ്ങളുടെ ഷൈനിൻ്റെ ചേട്ടൻ ചേട്ടനും ചേച്ചിയൊക്കെ പുറത്തുനിന്ന് വന്നപ്പം ഞങ്ങൾ അവരോട് പോയപ്പോൾ ചേച്ചിയാണ് ഇതുപോലെ പിള്ളേരുടെ പേരിൽ ഇതുപോലെ മുറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ സമയം ചിലവഴിച്ച്, അതായത് നമ്മുടെ പൂജ ചെയ്യുന്നത് വരെ നമ്മളവിടെ നിൽക്കണമല്ലോ, അത് കഴിഞ്ഞ് നിൽക്കാം, നമ്മളപ്പം നമ്മുടെ പൂജ കഴിയുന്നത് വരെ നമ്മളങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ പോയത് അവിടെ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ചെടികൾ. അവിടുത്തെ ചെടികളിൽ നിന്ന് അവിടുത്തെ പൂജയ്ക്കുള്ള പൂക്കളൊക്കെ പറിക്കുന്നത്. അങ്ങനെ ചെടികളും നെല്ലിയും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ എന്നാൽ തൊഴുതിട്ടിങ്ങനെ ഇറങ്ങി പോരാ എന്ന് കരുതി ഇരുന്നപ്പോഴത്തേക്കൊണ്ട് അവിടുത്തെ കമ്മിറ്റിക്കാരിൽ ഒരു അങ്കിൾ വന്ന് പറഞ്ഞു, ഇതുപോലെ ഇതാട്ടോ അമ്പലത്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. കണ്ടല്ലോ. അപ്പോൾ കമ്മിറ്റിയിലെ അങ്കിൾ വന്ന് പറഞ്ഞു ഇതുപോലെ കഞ്ഞി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഈ അമ്പലങ്ങളിലെ കഞ്ഞിയും ചോറും ഒക്കെ എൻ്റെ വീക്ക്നെസ്. ഞാൻ എവിടെ ഇതുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോയി കഴിക്കും. ഞാൻ സീത്തോടെല്ലാം പോവും. ഇവിടെ അങ്ങനെ സപ്താഹത്തിന് നമുക്ക് ഞങ്ങൾ വന്നിട്ടില്ല, പക്ഷേ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുക. ഞാനും പിള്ളേർ മുന്നേ പോയി, ഷൈനും പിന്നെ അവിടെ വീഡിയോ ഒക്കെ എടുത്താണ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി അവിടെ ഇരുന്ന ഇത് എനിക്ക് കമ്മിറ്റിയുടെ തന്നെയാണെന്ന് തോന്നി കെട്ടിടം. അവിടെ നല്ല സൂപ്പർ കഞ്ഞിയും വൻപയർ തോരനും മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. ചൂടോടെ രാവിലെ നമ്മൾ കഞ്ഞി കുടിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതാണ് പോയത്, ചായ മാത്രം കുടിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് വന്നത്. അപ്പം രാവിലത്തേനുള്ളതായി, ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പം എന്താ പറയുക, ഉച്ചയ്ക്കത്തേന് എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാനിരുന്നു. ഈ കഴിക്കുന്നത് നമ്മുടെ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം, അവൾക്കത് ഇഷ്ടപ്പെട്ടു. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളതാ കഴിക്കുന്നത്. കഞ്ഞി കുറച്ചേ കുടിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളായിരുന്നു, ഞാൻ പിന്നെ പോയി ഞങ്ങൾക്ക് 4 പേർക്കും കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ ഇത് അവിടുത്തെ ഒരു മന്ദാര പൂവില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലത്തെ പല തരത്തിലുള്ള മന്ദാര അവിടെ നിൽപ്പുണ്ട്. പിന്നെ വേറെ ഒരുപാട് ചെടികൾ നിൽപ്പുണ്ട്. ഏതൊക്കെ ചെടികളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ തന്നെ വേറെ നമുക്ക് അമ്പലത്തിലോട്ട് വരുന്ന വഴിയുണ്ടെന്ന്. ഈ റോഡ് നമ്മുടെ അമ്പലത്തിലോട്ട് ചെല്ലും. പക്ഷേ ഈ റോഡേ വരാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഭയങ്കര തൂക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഭയങ്കര തൂക്കുക തന്നെയല്ല, ഒരു കുഴി പോലൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾ ഇത് അവിടുത്തെ കഞ്ഞി. എൻ്റെ പൊന്ന് ഗൈസേ, എനിക്ക് തെറ്റിപ്പോയി. മുമ്പേ കണ്ട ചെടി മന്ദാരമല്ല, ചെമ്പകമാണ് കേട്ടോ, ചെമ്പകം. കണ്ട ഗൈസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സേതുളമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അക്കരെ മലയിൽ നിന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ച അമ്പലമാണ് നിങ്ങളിപ്പോൾ അടുത്ത് കാണുന്നത്. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇച്ചിരി കൂടെ രാവിലെ കയറി വരണം. അതായത് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഒരു 7 മണി ഇല്ലണ്ണ 7:30 ആയിട്ടുണ്ട്. നമ്മളൊരു 6:30 ആകുമ്പോഴത്തേക്ക് വരണം. എന്തോ ഭംഗിയായിരിക്കും എന്നറിയാമോ ഇവിടെ കാണാൻ. അത് ഈ കാലാവസ്ഥയ്ക്ക് വരണം. അതായത് ഈ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന സമയം, ചെറിയ തണുപ്പൊക്കെ ഉള്ള സമയത്ത് വരണം. എൻ്റെ ദൈവമേ, ഇതുപോലൊരു സ്വർഗം പിടിച്ചൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഞാൻ 1-2 തവണ അങ്ങനെ വന്ന് ആ ഒരു അനുഭവം കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം സമയം 9:30 കഴിഞ്ഞ്. അപ്പം മഞ്ഞൊക്കെ പോയി, വെയിലൊക്കെ ആയി, മഞ്ഞൊക്കെ പോയി. എന്നാലും ഇവിടെ കണ്ടോ, അക്കരെ കാണുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ചന്ത, ഞങ്ങളുടെ കടകളെ. ആ കാണുന്നത് ഞങ്ങളുടെ സീത്തോടാറാ, ഷൈന മീൻ പിടിക്കാൻ പോകുന്നതും. പിന്നെ അവിടെ നമ്മുടെ സ്കൂളുണ്ട്, അതുകൊണ്ട് ആ കാണുന്ന നമ്മുടെ സ്കൂളാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സീത്തോടാറ്. പിന്നെ നമ്മുടെ അവിടുത്തെ കുറച്ച് ബിൽഡിങ്ങുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ കറക്റ്റ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാലും അതുല്യ കടയാണെന്ന് തോന്നുന്നു, അതല്ലേ, അതുല്യയുടെ പൊക്കമാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് കണ്ടേ, ബസ് സ്റ്റാൻഡ് മാത്രമല്ല, വെയിറ്റ് ഷെഡ്. പിന്നെ ഇത് നമ്മുടെ സ്കൂളാണ് കണ്ടോ, ഞാൻ ഇതാ നമ്മുടെ സ്കൂളാണ്. പിന്നെ അതിനോടടുത്ത് ഗ്രൗണ്ട് കാണാം. അമ്പലം കാണത്തില്ലെന്ന് തോന്നുന്നു ഇവിടെ. എന്നാലും കുഞ്ഞിനെ പിടിച്ചു. അങ്ങനെ ഒരു കുന്നുംപുറത്ത് കയറി എന്നാൽ ഒരു നാടിൻ്റെ ഫുള്ള് കാണാൻ പറ്റും. ഞാൻ കാണുന്ന വിശാലമായ സ്ഥലമാണ് ഞങ്ങളുടെ സീതത്തോട്. അവിടെയാണ് ഉറപ്പാണ്. അണ്ണം പറയുന്നത് നമ്മൾ താമസിക്കുക, എനിക്ക് ഉറപ്പ് നമ്മുടെ സ്ഥലമാട്ടോ, നമ്മുടെ സീതക്കുഴി ഭാഗമാണ്. ഇവർക്കറിയാം, കാരണം ഇവരിവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, ഇവർക്കറിയാം ഈ സ്ഥലങ്ങൾ. കണ്ടോ, ഇത് മൊത്തം പാറയാ. മൊത്തം പാറയെന്ന് വെച്ചാൽ മൊത്തം പാറപ്പുറത്ത് രാവിലെ വരണം. കുഞ്ഞു കുഞ്ഞു ഇലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഞങ്ങൾ പോവാണ് ഗൈസ്. അമ്പലത്തിലൊക്കെ
സത്യം പറഞ്ഞ കണ്ടോ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു, വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു. അതുകൊണ്ട് ആദ്യം രക്ഷപ്പെട്ടു. ആദ്യം സ്കൂളിൽ പോകണ്ട. ഈ ബ്ലൗസ് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച്, ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ബ്ലൗസ്. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഒരു ഓണത്തിന് ചൈന വാങ്ങിച്ചു തന്നതാണ് ഇത്. പിന്നെ ഞാൻ തയ്ച്ചിട്ട് പിന്നെ ഇതുവരെ ഇത് ഫസ്റ്റ് എനിക്ക് വന്നിട്ട് 2 വർഷമായത് തന്നെയാണ്. 2 വർഷമായി എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചത്. ഞാൻ പക്ഷേ ഇതുവരെ ഇതിട്ടിട്ടില്ല. കുറേ മുന്നേ തയ്ച്ച് വെച്ച, പക്ഷേ ഇതുവരെ ഞാനിതിട്ടിട്ടില്ല. ഇന്നപ്പോൾ എന്തോ ഇടണമെന്ന് തോന്നി. ഞാൻ തന്നെത്താനെ തയ്ച്ച് ഞാൻ തന്നെത്താനെ വർക്കൊക്കെ ചെയ്തതാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഗൈസ്. നിങ്ങളറിയാത്തൊരു രഹസ്യമുണ്ട്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, പഠിച്ച് പാസ്സായതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ 2ാമത്തെ ട്രോഫി എൻ്റെ കൈ കിട്ടി. പിന്നെ ഞാൻ അതിനു വേണ്ടി മെനക്കെട്ടിട്ടില്ല. എന്നെ ഫുള്ളായിട്ട് എൻ്റെ കിട്ടിയവനോട് പറയാം ഒരു വീഡിയോ എടുക്കാൻ. എൻ്റെ മകൾ, എൻ്റെ ഒരു കെട്ടിയവൻ പണിക്ക് വിട്ടിട്ടില്ല. മിക്കവാറും ഇത് വഴക്ക് കേൾക്കാനുള്ള മഴ കാരണം അപ്പം നമുക്ക് പോട്ടെ. ഞങ്ങളെ ഇനിയും കൊണ്ടുവിട്ടിട്ട് വേണം ഷൈനനെ പണിക്ക് പോകണം. അപ്പം നമുക്ക് ബാ. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കയറിപ്പോയി അതേ വഴി തന്നെ. പക്ഷെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ ഇത്രയും കാറുകളില്ലായിരുന്നു. ഇപ്പോൾ ഇറങ്ങി വന്നപ്പം കാറുകളായി. ഇതാണ് സർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കറിയത്തില്ല. വൈകിട്ട് അണ്ണൻ വന്നിട്ട് ചോദിക്കണം, ഈ വീഡിയോ കാണിച്ചിട്ട് ചോദിക്കണം ഈ പറഞ്ഞേക്കുന്നതൊക്കെ ശരിയാണോ ഇല്ലയോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകും. എന്താ പറയുക, അതുകൊണ്ട് നിൽക്കുന്ന ബൈക്കിലിരുന്ന ഒരു അച്ഛനാണെങ്കിൽ ഷൈനൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛനാണ്. ആ അച്ഛനെ ക്യാമറ കിട്ടിയെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇനി വീഡിയോ കാണുമ്പോഴായിരിക്കും ഇനി അറിയുന്നത്. എന്തിലാട്ടെ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക. പിന്നെ ഞങ്ങളെ ഇനി വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഷൈനിന് പണിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സന്തോഷകരമായ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്.